ഹായ് ഡിയേഴ്സ്, എജെ കൊമേഴ്സ് ലേണിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. നമുക്ക് എസ് എ ആയിട്ട് 10 മാർക്സിൻ്റെ എസ് എ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എ കമൻസ്ഡ് ബിസിനസ് ഓൺ 1/1/2020 with a capital of 25,000. He immediately bought furniture for rupees 6,000. During the year, he borrowed 15,000 from his wife and introduced further capital of his own amounting to rupees 9,500. He had withdrawn 900 at the end of each month for family expenses. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്ന ആൾ ബിസിനസ് തുടങ്ങുകയാണ്. 1st January 2020 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 25,000 ആണ് അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 25,000 ആണ്. ഹി ഇമ്മീഡിയറ്റ്ലി ബോട്ട് ഫർണിച്ചർ 6,000 റുപ്പീസിൻ്റെ ഫർണിച്ചർ വാങ്ങുകയാണ്. ആ ഒരു ഡേറ്റിൽ തന്നെ, അയാൾ ഓപ്പൺ ചെയ്യുന്ന ഡേറ്റിൽ തന്നെ അയാളൊരു ഫർണിച്ചർ വാങ്ങുകയാണ്. ദെൻ ഈ വർഷം അയാളുടെ വൈഫിൻ്റെ അടുത്തുനിന്ന് 15,000 റുപ്പീസ് ബോറോ ചെയ്തിട്ടുണ്ട്. 9,500 അയാൾ അഡീഷണൽ ക്യാപിറ്റൽ, ഫർദർ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ഹി ഹാഡ് വിഡ്രോൺ 900 അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത്. ഈ ഒരു ട്രേഡർ 900 വെച്ചിട്ട് ഓരോ മാസവും അയാളുടെ ഫാമിലി എക്സ്പെൻസസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്. ദെൻ അയാളുമായിട്ട് ബന്ധപ്പെടുന്ന 31st December 2020 ക്ലോസിംഗ് ഡേറ്റിൽ അയാളുമായിട്ട് ബന്ധപ്പെടുന്ന സർട്ടൻ ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് 600 ആണ്. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് 7,800 ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് 14,400. സ്റ്റോക്ക് 20,400. ബിൽസ് റെസീവബിൾ 4,800 ആൻഡ് സൺട്രി ക്രെഡിറ്റേഴ്സ് 1,500. റെൻറ്റ് ഡ്യൂ 450. ദെൻ ഫർണിച്ചർ ഈസ് ടു ബി ഡിപ്രീസിയേറ്റഡ് ബൈ 10%. അയാൾ വാങ്ങിയിരിക്കുന്ന ആ ഒരു ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷൻ ഉണ്ട്. ദെൻ എ എന്ന് പറയുന്ന ട്രേഡർക്കുള്ള പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. അയാളൊരു 6,000 റുപ്പീസിൻ്റെ ഫർണിച്ചർ വാങ്ങുന്നുണ്ട്. ദെൻ വൈഫിൻ്റെ അടുത്തുനിന്ന് 15,000 ബോറോ ചെയ്യുന്നുണ്ട്. അഡീഷണൽ ക്യാപിറ്റലായിട്ട് 9,500 കൊണ്ടുവരുന്നുണ്ട്. ദെൻ 900 അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്തിൽ അയാളുടെ ഫാമിലി എക്സ്പെൻസസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നുണ്ട്. ദെൻ ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ 10% ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ട്രേഡർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്താലോ? നോക്കിയാൽ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓഫ് എ ആണ്. എ എന്ന് പറയുന്ന ട്രേഡറുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. 31st December 2020 എന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് വരക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്, അല്ലേ? ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ക്ലോസിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ? ക്ലോസിംഗ് ക്യാപിറ്റൽ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം, അല്ലേ? ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുകയും ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലൂടെ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഇയാളുടെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. നമുക്കറിയാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ലാബിലിറ്റീസ് റുപ്പീസ്, അസറ്റ്സ് റുപ്പീസ് ആണ് അതിനൊരു ഫോർമാറ്റ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ലാബിലിറ്റീസ് റെക്കോർഡ് ചെയ്യാം, അല്ലേ? സൺട്രി ക്രെഡിറ്റേഴ്സ്, ക്ലോസിംഗ് ഡേറ്റിലെ സൺട്രി ക്രെഡിറ്റേഴ്സ് 1,500 ആണ്. പിന്നീട് പറയുന്നത് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, 450 ആണ്. ദെൻ ക്വസ്റ്റ്യൻ്റെ ഓപ്പണിങ്ങിൽ പറയുന്നുണ്ട് ഇയാളുടെ വൈഫിൻ്റെ അടുത്തുനിന്ന് 15,000 ബോറോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കുന്നതാണ്. ലോണായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ലോൺ ഫ്രം മിസ്സിസ് എയുടെ ഭാര്യയുടെ അടുത്തുനിന്ന് വാങ്ങിയ ലോണാണ് 15,000. ഇത്രയും ലാബിലിറ്റീസ് ആണ് എ എന്ന് പറയുന്ന ട്രേഡർക്ക് വരുന്നത്. ദെൻ നമുക്ക് അസറ്റ് സൈഡിലേക്ക് പോവാം. ക്യാഷ് ഇൻ ഹാൻഡ് 600 ആണ്, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക് 7,800 ആണ്. ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽ ആണ്, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് 14,400 ആണ്, ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് 20,400. ദെൻ ബിൽസ് റെസീവബിൾ 4,800. ദെൻ ഫർണിച്ചർ 6,000.
ഫർണിച്ചറിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫർണിച്ചർ ഓപ്പണിംഗ് ഡേറ്റിൽ ഇയാളൊരു ഫർണിച്ചർ വാങ്ങുന്നുണ്ട്. ആ ഒരു ഫർണിച്ചർ സെയിൽ ചെയ്യുന്നതായിട്ടൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ആ ഒരു ഫർണിച്ചർ അവസാനം വരെ ആ ഒരു ക്ലോസിംഗ് ഡേറ്റ് വരെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫർണിച്ചറും കൂടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എടുക്കേണ്ടതാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്ലോസിംഗ് ഡേറ്റിൽ ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കിയാലോ. ക്രെഡിറ്റ് സൈഡിൽ 54,000 ആണ് നമുക്ക് ടോട്ടൽ വരുന്നത്. ഡെബിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ബാലൻസ് ആയിട്ട് 37,050 ആണ് അതിൻ്റെ ബാലൻസ് വരുന്നത്. ആ ഒരു ബാലൻസിങ് ഫിഗറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്ത് ക്യാപിറ്റൽ ആയിരിക്കും? ക്ലോസിംഗ് ക്യാപിറ്റൽ. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 37,050 ആണ് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, ഈ ഒരു ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ ഇനി എവിടത്തേക്ക് കൊണ്ടുപോകണം? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകണം അല്ലേ? സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ക്യാപിറ്റൽ എസ് ഓൺ 31 ഡിസംബർ 2020 37,050 ആണ്. 37,050 രൂപയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫോർമാറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആഡ് ഡ്രോയിങ്സ് ആണ്. ഇവിടെ നിങ്ങൾ ഡ്രോയിങ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. 900 അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ മാസത്തിൻ്റെ അവസാനത്തിലും ഇയാൾ 900 രൂപ പിൻവലിക്കുന്നുണ്ട്, വിഡ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇയർലി ആണ്. ഒരു വർഷത്തേക്കുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെയാവുമ്പോൾ ഡ്രോയിങ്സിനെ ഇയർലി ആക്കി നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. പെർ ഇയർ ആക്കി കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 10,800 ആണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദെൻ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ മാസത്തിൻ്റെ അവസാനത്തിലാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 12 ചെയ്ത് അതിനെ പെർ ഇയറിലേക്കാക്കി മാറ്റണം. 10,800 ആണ്. ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 47,850 ആണ് കിട്ടുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് അഡീഷണൽ ക്യാപിറ്റൽ. ഈ ഒരു ട്രേഡർ അഡീഷണൽ ക്യാപിറ്റൽ ഓർ ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഫർദർ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? ലെസ് അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ്? 9,500 ആണ് അഡീഷണൽ ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, ദെൻ അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്യാപിറ്റലിനാണ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് 38,350. ഓക്കെ, 38,350 ആണ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ദെൻ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ എത്രയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ? എത്രയാണ് വരുന്നത്? 25,000 ആണ് അയാൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരിക്കും? ഓപ്പണിംഗ് ക്യാപിറ്റൽ 25,000 ആയിരിക്കും അല്ലേ? നേരത്തെ കിട്ടിയിരിക്കുന്ന അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ഡിസ്കസ് പറഞ്ഞതാണ്. പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ കിട്ടുന്ന ആൻസർ 13,350 ആണ്. 13,350 രൂപയാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ നെറ്റ് ലോസ് കാണാൻ വേണ്ടി ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയും എക്സ്പെൻസസ്, ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നോക്കണം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ ട്രേഡറുമായിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സ്പെൻസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 13,350 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും രീതിയിലുള്ള എക്സ്പെൻസസോ ഇൻകമോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇവിടെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു രീതിയിലുള്ള ഇൻകംസും പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു എക്സ്പെൻസസ് പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചർ ഈസ് ടു ബി ഡിപ്രീസിയേറ്റഡ് പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചർ എന്ന് പറയുന്നത് 10% ഡിപ്രീസിയേറ്റഡ് ആവുന്നുണ്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ലോസ് ആണ്. ദെൻ
നമുക്ക് എന്ത് ചെയ്യണം, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്? ഡിപ്രീസിയേഷൻ പറഞ്ഞിരിക്കുന്നത് 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10% എന്ന് പറയുന്ന സമയത്ത് ഫർണിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണ്? 6000 ആണ് അല്ലേ? 6000ൻ്റെ 10% എത്രയാണ് വരിക? 600 ആണ്. നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാം 600. അപ്പോൾ ഡിപ്രീസിയേഷൻ കാണുന്ന സമയത്ത് ഫർണിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണോ, ഫർണിച്ചറിൻ്റെ എമൗണ്ടിൻ്റെ മുകളിൽ 10% ആണ് ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു 10% കാണുന്ന സമയത്ത് നമുക്ക് 600 ആണ് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആ ഒരു എക്സ്പെൻസ്, ആ ഒരു ലോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻകംസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 12,750 ആണ്. ആ ഒരു 12,750നെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ മറ്റ് എക്സ്പെൻസസോ ഇൻകംസോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ ആകെ ഒരു എക്സ്പെൻസ് മാത്രം, ലോസ് മാത്രമേ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്രീസിയേഷനാണ്. ആ ഒരു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫർണിച്ചറിൻ്റെ മുകളിൽ 10% കണ്ടിട്ടാണ്. ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് 10% ആണ് ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത് 12,750 ആണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ബാലൻസ് ഷീറ്റ് പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ പ്രിപ്പയർ ചെയ്തതാണ്. ലാബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഉണ്ടാവും. ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റീവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ അത്തരം അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് ലാബിലിറ്റി സൈഡിലേക്ക് നോക്കാം. ലാബിലിറ്റി സൈഡിലേക്ക് സൺട്രി ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് ഡയറക്റ്റായിട്ട് എഴുതാം. ദെൻ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഈ വർഷത്തെ റെൻറ്റ് കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ദെൻ അതൊരു ലാബിലിറ്റി ആണ്. ദെൻ 450 ആണ് വരുന്നത്. ദെൻ പിന്നീട് വരുന്ന അടുത്തൊരു ലാബിലിറ്റിയാണ് ലോൺ ഫ്രം മിസ്സിസ് എ എന്ന് പറയുന്ന ആളുടെ വൈഫിൻ്റെ അടുത്ത് നിന്ന് 15,000 ബോറോ ചെയ്തിട്ടുണ്ട്. അത് ലോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതും കൂടെ ആ ഒരു ട്രേഡറുടെ ലാബിലിറ്റിയാണ്. ഓക്കെ, ഇത്രയും ഐറ്റം എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാവുന്ന അസറ്റ് സൈഡിലേക്ക് പോകാം. അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം. ക്യാഷ് ഇൻ ഹാൻഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റിലതാണ് 600 ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് 7,800 ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാറ്റങ്ങളൊന്നുമില്ല, അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പറയുന്നില്ല. ദെൻ പിന്നീട് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പറയുന്നില്ല. ബാഡ് ഡെപ്റ്റോ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റോ പോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. ദെൻ പിന്നീട് സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഓൾറെഡി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കാണ്, ശ്രദ്ധിക്കണം, ക്ലോസിംഗ് സ്റ്റോക്കാണ് 20,400. ദെൻ പിന്നീട് ബിൽസ് റെസീവബിൾ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല, 4,800 ആണ്. പിന്നീട് പറഞ്ഞിരിക്കുന്ന അടുത്തൊരു ഐറ്റം ഫർണിച്ചറാണ്. ഫർണിച്ചർ 6,000 ആണ്. ആ ഒരു ട്രേഡർ ഓപ്പണിംഗ് ഡേറ്റിൽ തന്നെ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. 6,000 റുപ്പീസിൻ്റെ ഫർണിച്ചറാണ് വാങ്ങുന്നത്. ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട് 10% ആണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കണ്ടുപിടിച്ചതാണ്. ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് 600 ആണ് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് വരുന്നത്. ദെൻ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5,400 ആണ് കിട്ടുക. ഓക്കെ, ഇത്രയും ഐറ്റംസ് നമ്മൾ ലാബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും എഴുതി കഴിഞ്ഞാൽ എപ്പോഴും ലാബിലിറ്റി സൈഡിലേക്ക് നമ്മൾ എഴുതേണ്ട സർട്ടൻ ഐറ്റംസ് ഉണ്ട്. ക്യാപിറ്റലാണ്, ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ആ ഒരു ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുകയും അതേപോലെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 25,000 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 25,000. അതിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ ഈ ഒരു ട്രേഡർ
അഡീഷണൽ ക്യാപിറ്റൽ ഫർദർ ക്യാപിറ്റൽ കൊണ്ടുവന്നതായിട്ട് പറയുന്നുണ്ട്. 9,500 ആണ് അഡീഷണൽ ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആ ഒരു അഡീഷണൽ ക്യാപിറ്റൽ നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, ദെൻ പിന്നീട് ആഡ് ചെയ്യേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു ട്രേഡറുടെ നെറ്റ് പ്രോഫിറ്റ് 12,750 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു നെറ്റ് പ്രോഫിറ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യാം. പിന്നീട് പറയുന്നത് ലെസ് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഡ്രോയിങ്സ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് പെർ മന്ത് ആണ് നമുക്ക് ഡ്രോയിങ്സ് തന്നിരിക്കുന്നത്. ഈ ഒരു പെർ മന്തിലെ ഡ്രോയിങ്സിനെ നമ്മൾ പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. നേരത്തെ അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ നമ്മളത് കൺവേർട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എമൗണ്ട് വരുന്നത് 10,800 ആണ് പെർ ഇയറിലേക്കുള്ള ആ ഒരു ട്രേഡറുടെ ഡ്രോയിങ്സ്. അങ്ങനെയാണെങ്കിൽ ഡ്രോയിങ്സ് കൂടെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് ആയിട്ട് 36,450 ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്യുകയും നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുകയും ഡ്രോയിങ്സ് ലെസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 36,450 ആണ്. ഓക്കെ, ഇത് നമുക്ക് എമൗണ്ട് കോളത്തിലേക്ക് എഴുതാവുന്നതാണ്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ആകെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെടുന്ന ഡിപ്രീസിയേഷനാണ്. ഈ ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ നെറ്റ് പ്രോഫിറ്റ് കാണുന്ന സമയത്തും അതുപോലെ തന്നെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലും നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ലാബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും എന്നത് 53,400 ആണ്. ബോത്ത് അസറ്റ് സൈഡിലും അതുപോലെ തന്നെ ലാബിലിറ്റി സൈഡിലും ഈക്വൽ എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റാണ് എന്ന് നമുക്ക് പറയാം. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാണ്. ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ബോറോ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫർദർ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്. ഫാമിലി എക്സ്പെൻസസിന് വേണ്ടിയിട്ട് മന്ത്ലി അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, വിഡ്രോ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻസ് ആണ് മെയിനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നീട് ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനും ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കാണാനും വേണ്ടിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 10 മാർക്കിൻ്റെ എസ് എ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ് എ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേക്കാം, ഇത്തരം ഒരു ക്വസ്റ്റ്യൻ എസ് എക്ക് ചോദിക്കാം. ഇതിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യനും കൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. കിഷോർ കീപ്സ് ഹിസ് ബുക്സ് ഓൺ സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ബുക്ക് കീപ്പ് ചെയ്യുന്ന കിഷോറുമായിട്ട് ബന്ധപ്പെടുന്ന ഇൻഫർമേഷൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓപ്പണിംഗ് ഡേറ്റിലെയും അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റിലെയും 2020 ആണ് ഇയർ പറയുന്നത്. അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിലെയും ക്ലോസിംഗ് ഡേറ്റിലെയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നീട് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളായിട്ട് പറയുന്നത് അയാൾ 500 റുപ്പീസ് ഒരു വർഷം വിഡ്രോ ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഹിസ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡ് 31 ഡിസംബർ 2020. അയാളുമായിട്ട് ബന്ധപ്പെടുന്ന പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ റൈറ്റിംഗ് ഓഫ് 10% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. 10% ആണ്. ഫർണിച്ചറിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ വേണ്ടതെന്ന് പറയുന്നുണ്ട്. ദെൻ ആഫ്റ്റർ മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, 10% കാൽക്കുലേറ്റ് ചെയ്യണം. സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ മുകളിലാണ് നമ്മൾ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളെയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം നമ്മൾ. ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളാണ് മെയിനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡ്രോയിങ്സ് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രോയിങ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിലെയും ക്ലോസിംഗ് ഡേറ്റിലെയും ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കൂടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. തൊട്ട് മുൻപേയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് ആണ്. ഒന്ന് ക്ലോസിംഗ് ക്യാപിറ്റലാണ്, ഒന്ന് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ആ രണ്ട് ഐറ്റംസും നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? നമുക്ക് നോക്കാം. ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് പോവാണ്. ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം
ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലോ ക്ലോസിംഗ് ക്യാപിറ്റലോ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്താലോ. ആദ്യം നമുക്ക് വേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ആദ്യമായിട്ട് നമ്മൾ എഴുതുന്ന ഐറ്റം എന്തായിരുന്നു, ക്ലോസിംഗ് ക്യാപിറ്റലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് ആണ്. ക്ലോസിംഗ് ഡേറ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ശ്രദ്ധിക്കണം, ക്ലോസിംഗ് ഡേറ്റ് ആണ്. ദെൻ ക്ലോസിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, ക്യാഷ് തന്നിട്ടുണ്ട് 200. ഓക്കെ, ക്യാഷ് നോക്കിയൊന്ന്, ക്യാഷ് തന്നിട്ടുണ്ട് 200 ആണ്. ക്യാഷിൻ്റെ എമൗണ്ട് 200, ക്ലോസിംഗ് ഡേറ്റിലെ ക്യാഷിൻ്റെ എമൗണ്ട് 200 ആണ്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഡെപ്റ്റേഴ്സ് എഴുതുകയാണ്. ഡെപ്റ്റേഴ്സ് 3400. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് 3050, ദെൻ ഫർണിച്ചർ 200, ഇൻവെസ്റ്റ്മെൻറ്റ് 1000. ഓക്കെ, ഇതൊക്കെ ക്ലോസിംഗ് ഡേറ്റിലുള്ള ഡീറ്റെയിൽസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ക്യാഷ്, അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സ്, ദെൻ സ്റ്റോക്ക്, ഫർണിച്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്രയും അസറ്റ്സ് ആണ് നമുക്ക് ക്ലോസിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്നത്. ഇനി ലാബിലിറ്റീസിലേക്ക് പോകുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബിൽസ് പേയബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ലാബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യാനുള്ളത്, ലാബിലിറ്റീസ് ആയിട്ട് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് ടോട്ടലി ചെയ്ത് കഴിഞ്ഞാൽ 7850 ആണ് അസറ്റ് സൈഡിൽ കിട്ടുന്നത്. ദെൻ ലാബിലിറ്റി സൈഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു ബാലൻസ് വരുന്നുണ്ട്. ആ ഒരു ക്യാപിറ്റലിനെയാണ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ, നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് 5150 ആണ് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ദെൻ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ്, 5150 ആണ്. 5150 ആണ് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ഡ്രോയിങ്സ് എപ്പോഴും ചെയ്യുന്നതാണ്, ആഡ് ഡ്രോയിങ്സ് 500 പെർ ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് തന്നെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പെർ ഇയറിലേക്കുള്ള ഡ്രോയിങ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഡ്രോയിങ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് പറയുന്നില്ല, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഐറ്റം നമ്മൾ എടുക്കേണ്ടതില്ല. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണെന്ന് പറയാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ടോ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നതായിട്ടോ നമുക്ക് ക്വസ്റ്റ്യനിലൊന്നും എവിടെയും പറയുന്നില്ല. ദെൻ പിന്നീട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, നെക്സ്റ്റ് നോക്കുന്നത് ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് 1/1/2020 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, അതാണ് ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്പണിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന ബാലൻസ് എത്രയാണ്, 3500 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ക്യാഷും ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അസറ്റ്സ് ആയിട്ടുള്ള ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്രെഡിറ്റേഴ്സ്, ലാബിലിറ്റി ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് ഇൻഫർമേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അസറ്റ് സൈഡിൽ 5250 ആണ് ടോട്ടൽ വരുന്നത്. ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ, 1750 ആണ് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് വരുന്നത്. അപ്പോൾ ബാലൻസ് കാണുന്ന സമയത്ത് 3500 നമുക്ക് ബാലൻസ് കിട്ടും. ഓക്കെ, ഈ ഒരു ബാലൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്, 3500 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ എഴുതി, ഡ്രോയിങ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി, ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വെച്ചിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, 3500 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു 3500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ഫിഗറാണ്, 2150 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 2150 ആണ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്,
ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ആ ഒരു ട്രേഡറുടെ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുകയും ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയും വേണം അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെ എക്സ്പെൻസസ് എന്തൊക്കെ ഇൻകംസ് ആണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ 10% ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട് ഫർണിച്ചറിൻ്റെ മുകളിൽ, 10% പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് പറയുന്നുണ്ട് സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളെ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ, ഫർണിച്ചറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 200 ആണ്. ഫർണിച്ചറിൻ്റെ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് 200ൻ്റെ 10% എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 20 ആണ് നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടുന്നത്. അതേപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 10% ആണ് പറയുന്നത്. നമ്മുടെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 3400 ആണ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത്. ക്ലോസിങ്ങിലുള്ള ഡെപ്റ്റേഴ്സ് എമൗണ്ട് 3400 ആണ്. അതിൻ്റെ 10% എന്ന് പറയുന്നത് 340 ആണ് അതിൻ്റെ ഒരു എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊവിഷനും ഡിപ്രീസിയേഷനും നമുക്ക് തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണേണ്ടത്. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് 2150 ആണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. തന്നിരിക്കുന്ന രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും നമുക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പെൻസസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1790 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 1790 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്ലോസിംഗ് ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ച് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് പോയി. ദെൻ ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതി, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്തു. ദെൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫർദർ ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് ഫർദർ ക്യാപിറ്റൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ദെൻ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടി. ദെൻ അതിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഗ്രോസ് പ്രോഫിറ്റ് 2150 ആണെന്ന് കണ്ടുപിടിക്കുന്നു. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും പിന്നീട് വരുന്ന രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ, ഒന്ന് ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചറും മറ്റൊന്ന് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും, ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളും അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിലൂടെ നെറ്റ് പ്രോഫിറ്റ് 1790 ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കൂടെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ റീവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. കഴിഞ്ഞ ക്വസ്റ്റ്യനും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ പോലും നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസും അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റുകളെ കൂടി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലേക്ക് പോകാം. ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പറയുന്നില്ല. എമൗണ്ട് ക്ലോസിംഗ് ഡേറ്റിലെ എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാം. ദെൻ പിന്നീട് ബിൽസ് പേയബിൾ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. ലോൺ പറയുന്നുണ്ട്, ലോണിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പറയുന്നില്ല. ദെൻ പിന്നീട് നമുക്ക് അസറ്റ് സൈഡിലേക്ക് വരാം. ക്യാഷ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല, 200 ആണ് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാം. പിന്നീട് വരുന്ന അടുത്തൊരു അസറ്റാണ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 3400 ആണ്. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 10% ആണെന്ന് പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ആ 10% കണ്ടുപിടിച്ചിട്ടുണ്ട്. 340 ആണ് അതിൻ്റെ പ്രൊവിഷനായിട്ട് വരുന്നത്. അപ്പോൾ 3400ൽ നിന്നും പ്രൊവിഷൻ്റെ എമൗണ്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3060 ആണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. എമൗണ്ട് കോളത്തിലേക്ക് കാണാം. പിന്നീട് വരുന്നൊരു ഐറ്റം സ്റ്റോക്കാണ്. സ്റ്റോക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നുമില്ല. ദെൻ പിന്നീട് ഫർണിച്ചറാണ്. ഫർണിച്ചറിൻ്റെ എമൗണ്ട് 200 ആണ്. അതിൻ്റെ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഫർണിച്ചർ ഡിപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട്, 10% ആണ് ഡിപ്രീസിയേഷൻ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു 10% കണ്ടു കഴിഞ്ഞാൽ 20 ആണ് ഡിപ്രീസിയേഷൻ എന്ന് മനസ്സിലാവും. ആ ഒരു 20 റുപ്പീസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 180 റുപ്പീസാണ് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ടത്. ഓക്കെ, പിന്നീട് വരുന്നൊരു ഐറ്റം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പറയുന്നില്ല. ക്ലോസിംഗ് ഡേറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. പിന്നീട് നമുക്ക് വീണ്ടും ലാബിലിറ്റി സൈഡിലേക്ക് വരാം. നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ആ ഒരു ലാബിലിറ്റി സൈഡിലേക്ക് എപ്പോഴും എഴുതേണ്ട ഐറ്റംസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെയും ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെയും ഒക്കെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ലാബിലിറ്റി സൈഡിൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 3500 ആണ്.
അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1790 ആണ്. ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ എടുക്കുന്നില്ല. ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട്, 500 ആണ് ഡ്രോയിങ്സ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഡ്രോയിങ്സ് നമ്മൾ ലെസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 4790 ആണ്. 4790 നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുകയും ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് ലെസ് ചെയ്യുകയും ചെയ്താൽ കിട്ടുക. ദെൻ ആ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് ഓർ റീവൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ബോത്ത് സൈഡിൽ അസറ്റ് സൈഡിലും ലാബിലിറ്റി സൈഡിലും 7490 റുപ്പീസാണ് കിട്ടുന്നത്. രണ്ട് സൈഡും ഈക്വലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ സൊല്യൂഷനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഡിപ്രീസിയേഷനും ഒന്ന് പ്രൊവിഷനുമാണ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഡ്രോയിങ്സ് പറഞ്ഞിരിക്കുന്നത് പെർ ഇയറിലേക്കുള്ള ഡ്രോയിങ്സ് തന്നെയാണ്. അതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വരുത്തേണ്ടതില്ല. ഓക്കെ, ഇൻ കേസ് പെർ മന്ത് ആണ് പറയുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു 12 ചെയ്തിട്ട് അതിനെ പെർ ഇയർ ആക്കി മാറ്റേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ SC ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിലെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എ ട്രേഡർ ഹാസ് നോട്ട് കെപ്റ്റ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബട്ട് ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് യു ആർ റിക്വയർഡ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദ ഇയർ ended 31st December 2020 ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈസ് ഓൺ ദാറ്റ് ഡേറ്റ്. അപ്പോൾ എ എന്ന് പറയുന്നൊരു ട്രേഡർ, അയാൾ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നില്ല. ദെൻ അയാളുമായിട്ട് ബന്ധപ്പെടുന്ന സർട്ടൈൻ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അയാളുടെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ 31st December 2019 31st December 2020 ഓപ്പണിംഗ് ഡേറ്റിലെയും ക്ലോസിംഗ് ഡേറ്റിലെയും ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സർട്ടൈൻ അസറ്റ്സും അതേപോലെ തന്നെ ലാബിലിറ്റീസും ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓപ്പണിംഗ് ഡേറ്റിലും അതേപോലെ ക്ലോസിംഗ് ഡേറ്റിലും. ദെൻ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്യൂറിംഗ് ദ ഇയർ ദ ട്രേഡർ ഹാസ് വിഡ്രോൺ 2000 പെർ മന്ത് ടു മീറ്റ് ഹിസ് ഫാമിലി ഒബ്ലിഗേഷൻസ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അയാളുടെ ഫാമിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർ മന്തിൽ 2000 റുപ്പീസ് വിഡ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ഒരു പെർ മന്തിലുള്ള ഡ്രോയിങ്സിനെ നമ്മൾ പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 2000നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡ്രോയിങ്സിനെ പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ ഡിപ്രീസിയേറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി അറ്റ് 10% ഓൺ ആവറേജ് ബേസിസ്. ഈ ഒരു ക്വസ്റ്റ്യനുള്ള പ്രത്യേകത ശ്രദ്ധിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ആവറേജ് ബേസിസിലാണ്. അതുപോലെ തന്നെ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിൻ്റെയും ആവറേജ് ബേസിസിലാണ് ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ വരുന്ന മറ്റൊരു വ്യത്യാസം. ദെൻ പിന്നീട് പറഞ്ഞിരിക്കുന്നത് ആസ് റിഗാർഡ് ഡെപ്റ്റേഴ്സ് ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ദാറ്റ് ₹1000 ആർ ഇറിക്കവറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സിൽ നിന്നും 1000 രൂപ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്തതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർദർ ബാഡ് ഡെപ്റ്റാണ്, അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റായിട്ട് ആ ഒരു എമൗണ്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് എ പ്രൊവിഷൻ ഓഫ് 2% ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 2% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ പറഞ്ഞിരിക്കുന്നത് ആവറേജ് ബേസിസിലാണ്. ഫർണിച്ചറിൻ്റെയും അതേപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെയും ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടും പറഞ്ഞിരിക്കുന്നത് ആവറേജ് ബേസിസ് ആണ്. എങ്ങനെയാണ് ആവറേജ് ബേസിസ് എന്ന് ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷന് വേണ്ടി ആവറേജ് ബേസിസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ പിന്നീട് പറഞ്ഞിരിക്കുന്നത് 1000 റുപ്പീസ് എന്താണ്, ഇറിക്കവറബിൾ ആണ്, റിക്കവർ ചെയ്യാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ 2% എന്താണ്, പ്രൊവിഷൻ ആണ്. സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫർദർ ബാഡ് ഡെപ്റ്റ് തരുകയും പ്രൊവിഷനും തരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രൊവിഷനും ബാഡ് ഡെപ്റ്റും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലും അതേപോലെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലും ഏത് രീതിയിലാണ് ഇത് കാണിക്കേണ്ടത് എന്നുള്ളതും ദെൻ ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷനുമാണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത്.
ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട് 2000 പെർ മന്ത് ആണ് ടു മീറ്റ് ഹിസ് ഫാമിലി ഒബ്ലിഗേഷൻ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാണ് അയാൾ വിഡ്രോ ചെയ്തിരിക്കുന്നത്. 2000 പെർ മന്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പെർ മന്ത് ആവുന്ന സമയത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റലോ ക്ലോസിംഗ് ക്യാപിറ്റലോ തന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് പോകാം. അതിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് തരാത്തത് അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്, അത്തരം മിസ്സിംഗ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, ക്ലോസിംഗ് ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ക്യാപിറ്റലൊക്കെ കണ്ടുപിടിക്കുന്നത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനിലൂടെ പരിചയപ്പെട്ടതാണ്. 1 by 1 ആയിട്ട് ഐറ്റംസ് എടുത്ത് പറയുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, അസറ്റ് സൈഡിലേക്കുള്ള ഐറ്റംസ് ഒന്ന് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, സൺട്രി ഡെപ്റ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ഇതിൻ്റെയൊക്കെ ഐറ്റംസ് ക്ലോസിംഗ് ഡേറ്റിലെ ഐറ്റംസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ലാബിലിറ്റി ആയിട്ട് വരുന്നത് ഒരേ ഒരു ഐറ്റമാണ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ ആ ഒരു ലാബിലിറ്റിയുടെയും ക്ലോസിങ്ങിലുള്ള എമൗണ്ട് 12,000 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത്, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകളെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ചെയ്താൽ 1,98,850 ആണ് കിട്ടുന്നത്. ദെൻ ഡെബിറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി സൈഡിൽ ബാലൻസ് ആയിട്ട് നമുക്ക് ബാലൻസിൻ്റെ എമൗണ്ട് ആയിട്ട് വരുന്നത് 1,86,850 ആണ്. ഓക്കെ, 1,86,850 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബാലൻസ് ആയിട്ട് വരുന്നത്. ആ ഒരു ആയിട്ട് കിട്ടുന്ന 1,86,850 ഇതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ക്യാപിറ്റൽ ക്ലോസിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്കിവിടെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ക്ലോസിംഗ് ക്യാപിറ്റൽ 1,86,850 ആണെന്ന് മനസ്സിലാവും. പിന്നീട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റിലേക്ക് പോവാണ്. ദെൻ നമ്മൾ ഓൾറെഡി ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു ക്ലോസിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ആദ്യം നമ്മൾ എഴുതേണ്ടത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 1,86,850 ആണ് ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ വരുന്നത്. അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആഡ് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഡ്രോയിങ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പെർ മന്ത് ആണ്. ആ ഒരു പെർ മന്തിലെ ഡ്രോയിങ്സിനെ നമ്മൾ പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 12 ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 24,000 ആണ്. ഓക്കെ, 24,000 ആണ് ഡ്രോയിങ്സ് വരുന്നത്. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,10,850 ആണ് വരുന്നത്. ദെൻ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് അഡീഷണൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫർദർ ക്യാപിറ്റൽ, ഈ ഒരു ട്രേഡർ ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു എമൗണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അഡീഷണൽ ക്യാപിറ്റലോ അല്ലെങ്കിൽ ഫർദർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു അഡീഷണൽ ക്യാപിറ്റൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ട്രേഡർ അഡീഷണൽ ക്യാപിറ്റലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ദെൻ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റലാണ് അല്ലേ. ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എവിടെയും ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. ഓപ്പണിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്പണിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾക്കിവിടെ ഓപ്പണിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എസ് ഓൺ 31 ഡിസംബർ 2019 ക്യാഷ് ഇൻ ഹാൻഡ് തുടങ്ങി ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് വരെയുള്ള ഓപ്പണിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ്, അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം.
ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതിലുള്ള അസറ്റ്സുകൾ ഒക്കെ അസറ്റ് സൈഡിലും അതേപോലെ തന്നെ ലാബിലിറ്റീസിനെ ലാബിലിറ്റി സൈഡിലേക്ക് മാറ്റി എഴുതുന്നുണ്ട്. ലാബിലിറ്റീസ് ആയിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അസറ്റ്സ് ആയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, സൺട്രി ഡെപ്റ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിൻ്റെ ആയിക്കോട്ടെ, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടേതായിക്കോട്ടെ, അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഡേറ്റിൽ ഡീറ്റെയിൽസ് മാത്രം നമ്മളവിടെ എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്ത് നോക്കാം. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് 1,53,200 ആണ്. ഓക്കെ, ടോട്ടലി ചെയ്യുന്ന സമയത്ത് അസറ്റ് സൈഡിലാണ് കൂടുതലായിട്ട് വരുന്നത്. 1,68,200 ആണ് അസറ്റ് സൈഡിൽ ടോട്ടൽ വരുന്നത്. ദെൻ ലാബിലിറ്റി സൈഡിലേക്ക് വരുന്ന സമയത്ത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ള ലാബിലിറ്റി മാത്രമേ അവിടെ ഉള്ളൂ. 15,000 ആണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. ദെൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 1,53,200 ആണ് ബാലൻസ് എമൗണ്ട് വരുന്നത്. ഈ ഒരു ബാലൻസ് എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റലാണ്. ഇത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1,53,200 ആണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് കൊണ്ടുപോകാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാം. ഓക്കെ, വീണ്ടും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുകയും അതിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ലെസ് ക്യാപിറ്റൽ ഇൻ ദ ബിഗിനിങ്, അതിനെയാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. ഓൾറെഡി നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1,53,200 ആണ് ആ ഒരു ഓപ്പണിംഗ് ക്യാപിറ്റൽ. നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന എമൗണ്ടിൽ നിന്നും ലെസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. 57,650 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു പോസിറ്റീവ് ഫിഗറാണ്, അതിനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, ഈ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസസ് ഓർ ലോസസ് നമ്മൾ ലെസ് ചെയ്യുകയും ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാം ഡിപ്രീസിയേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ബാഡ് ഡെപ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അതിൽ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. ദെൻ ബാഡ് ഡെപ്റ്റ്, ഫർദർ ബാഡ് ഡെപ്റ്റ്, ഇറിക്കവറബിൾ എന്ന് പറയുന്നുണ്ട്. ആ ഒരു എമൗണ്ട് ഫർദർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ദെൻ പ്രൊവിഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ 2% പ്രൊവിഷനും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നോക്കാം. അതിൽ ആദ്യം നമ്മൾ കാണുന്നത് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. നമുക്കറിയാം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, ലോസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏവറേജ് ബേസിസിലാണ് ചെയ്യേണ്ടതെന്ന്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 10% ആണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഏവറേജ് ബേസിസ് എന്നാണ് പറയുന്നത്. ഏവറേജ് ബേസിസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഓപ്പണിങ്ങിലെയും ക്ലോസിങ്ങിലെയും എന്ത് ചെയ്യുക, എമൗണ്ട് തമ്മിൽ ആഡ് ചെയ്യുക, അതിൻ്റെ ഏവറേജ് എടുക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഏവറേജ് എങ്ങനെ എടുക്കും? ദെൻ 80,000 ആണ് ഓപ്പണിങ്ങിലുള്ളത്. ദെൻ പ്ലസ് 1 lakh ആണ് ക്ലോസിങ്ങിലുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പോൾ 80,000 പ്ലസ് 1 lakh ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഏവറേജ് കിട്ടും. എത്ര ഏവറേജ് കിട്ടുക? 90,000 ആണ് ഏവറേജ് കിട്ടുന്നത്. ഓക്കെ, 90,000 ഏവറേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കിട്ടിയിരിക്കുന്ന 90,000ൻ്റെ മുകളിലാണ് 10% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റിൽ അത് ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 80,000 പ്ലസ് 1 lakh ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 90,000 ആണ് കിട്ടുന്നത്. ആ ഒരു 90,000ൻ്റെ മുകളിലാണ് നമ്മൾ 10% ഡിപ്രീസിയേഷൻ എടുക്കേണ്ടത്. ഇതാണ് ഇവിടെ വരുന്ന മറ്റൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഡിപ്രീസിയേഷനുമായിട്ട് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏവറേജ് ബേസിസിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ എമൗണ്ടിനെ ഏവറേജ് ആക്കി കൺവേർട്ട് ചെയ്യണം. ആ ഒരു ഏവറേജ് എമൗണ്ടിൻ്റെ മുകളിലാണ് 10% കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ 90,000ൻ്റെ 10% എന്ന് പറയുന്നത് 9,000 ആണ്. 9,000 ആണ് നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ കിട്ടുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം,
ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിൻ്റെ എമൗണ്ടിലേക്ക് വരാം. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിൻ്റെയും ഏവറേജ് ബേസിസിലാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 30,000 ആണ് ഓപ്പണിങ്ങിലുള്ള എമൗണ്ട്, ക്ലോസിങ്ങിലുള്ള എമൗണ്ട് 25,000 ആണ്. ഇതിനെ രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. 30,000 പ്ലസ് 25,000 ഡിവൈഡഡ് ബൈ 2, 30,000 പ്ലസ് 25,000 ഡിവൈഡഡ് ബൈ 2, 55,000 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് കിട്ടുന്നത് 27,500. 27,500 ആണ് അതിൻ്റെ ഒരു ഏവറേജ് ആയിട്ട് നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് കൊണ്ടുവരാം. നമുക്ക് നോക്കിയേ, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് എത്ര വരും? 5% ആണ് ഡിപ്രീസിയേഷൻ പറയുന്നത്. അപ്പോൾ 5% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 1375, 1375 രൂപയാണ് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിൻ്റെ ഡിപ്രീസിയേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനിൽ ഏവറേജ് ബേസിസിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിലെയും ക്ലോസിംഗ് ഡേറ്റിലെയും എമൗണ്ടുകളെ തമ്മിൽ ആഡ് ചെയ്യുകയും അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്കൊരു ഏവറേജ് കിട്ടും. ആ ഒരു ഏവറേജ് എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നീട് വരുന്ന അടുത്ത ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇറിക്കവറബിൾ. പറഞ്ഞിട്ടുണ്ട് 1000 ആർ ഇറിക്കവറബിൾ എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റ് ആണ്, ഫർദർ ബാഡ് ഡെപ്റ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. 1000 രൂപ നമുക്ക് കിട്ടാത്ത എമൗണ്ട് ആണ്, സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്നും റിക്കവർ ചെയ്യാൻ പറ്റാത്ത എമൗണ്ട് ആണ്, നമുക്ക് ലോസ് ആണ്, അതൊരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ബാഡ് ഡെപ്റ്റ് 1000 ആണ്. പിന്നീടാണ് അടുത്ത ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഡെപ്റ്റേഴ്സുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യുന്ന അടുത്ത ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കാണുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫർദർ ബാഡ് ഡെപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ഫർദർ ബാഡ് ഡെപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്നും ഫർദർ ബാഡ് ഡെപ്റ്റ് ആയിട്ടുള്ള 1000 രൂപ മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ പ്രൊവിഷൻ കാണേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് നമ്മുടെ സൺട്രി ഡെപ്റ്റേഴ്സ് എത്രയാണ്? സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ക്ലോസിങ്ങിലെ സൺട്രി ഡെപ്റ്റേഴ്സ് 40,000 ആണ്. 40,000 രൂപയാണ് നമുക്ക് ക്ലോസിങ്ങിലെ സൺട്രി ഡെപ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ ക്ലോസിങ്ങിലെ സൺട്രി ഡെപ്റ്റേഴ്സ് 40,000 രൂപയാണ്. അതിൽ നിന്നും 1000 ബാഡ് ഡെപ്റ്റ് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ 40,000 നിന്നും 1000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 39,000 ആണ് നമുക്ക് വരുന്നത്. ഈ ഒരു 39,000ൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 2% പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. 39,000ൻ്റെ 2% എന്ന് പറയുന്നത് 780 ആണ് അല്ലേ. അതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ ബാഡ് ഡെപ്റ്റും അതേപോലെ പ്രൊവിഷനും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ക്ലോസിംഗ് സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്നും ഫർദർ ബാഡ് ഡെപ്റ്റ് ആയിട്ടുള്ള ഇറിക്കവറബിൾ ആയിട്ടുള്ള ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ 40,000 റുപ്പീസാണ് സൺട്രി ഡെപ്റ്റേഴ്സ്, അതിൽ 1000 രൂപ ബാഡ് ഡെപ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 40,000 നിന്നും 1000 രൂപ നമ്മൾ മൈനസ് ചെയ്യണം. അങ്ങനെ നമുക്ക് 39,000 കിട്ടും. ആ ഒരു 39,000ൻ്റെ 2% ആണ് നമ്മൾ പ്രൊവിഷനായിട്ട് കാണേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രൊവിഷൻ കിട്ടുന്നത് 780 റുപ്പീസാണ് പ്രൊവിഷനായിട്ട് വരുന്നത്. ഇതൊക്കെയാണ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. ഇൻകംസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഇത്രയും എക്സ്പെൻസസ് നമുക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആ എക്സ്പെൻസസിനെയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് 12,155 ആണ് എല്ലാ എക്സ്പെൻസസിൻ്റെയും എമൗണ്ടുകൾ ആഡ് ചെയ്താൽ കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ടുള്ള 57,650 നിന്നും എക്സ്പെൻസസിൻ്റെ ടോട്ടലായിട്ടുള്ള 12,155 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 45,495 ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് നെറ്റ് പ്രോഫിറ്റാണ്, ഒരു പോസിറ്റീവ് ഫിഗറാണ്, ഇത് നെറ്റ് പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 45,495 ആണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ 2,000 പെർ മന്ത് ടു മീറ്റ് ഫാമിലി ഒബ്ലിഗേഷൻസ് പെർ മന്താണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോയിങ്സ് പെർ മന്താണ്, അതിന് നമ്മൾ കൺവേർട്ട് ചെയ്തുകൊണ്ട് പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെയും അതേപോലെ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിൻ്റെയും
ഡിപ്രീസിയേഷൻ കാണുന്ന സമയത്ത് ആവറേജ് ബേസിസ് എന്ന് പറയുന്നുണ്ട്. ഇത് പറയുന്നത് 1000 റുപ്പീസ് എന്താണ് ഇറിക്കവറബിൾ ആണ്, റിക്കവർ ചെയ്യാൻ പറ്റാത്തതാണ്. ഇതിനെയാണ് നമ്മൾ ഫർദർ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രൊവിഷൻ കാണുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട്. ആ ഒരു ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള എമൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സുകളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തൊട്ട് മുൻപേ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31 ഡിസംബർ 2020 ക്ലോസിംഗ് ഡേറ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് വരയ്ക്കുന്നതിലൂടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് എന്ത് ചെയ്യണം, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കൂടെ പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്കറിയാം ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസും ക്ലോസിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസും അഡ്ജസ്റ്റ്മെൻറ്റുകളും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്ന ഐറ്റംസ് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്യാഷ് ഇൻ ഹാൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇതിലൊന്നും അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ വരുന്നില്ല. അസറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്തെഴുതാം. പിന്നീട് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് 40,000 ആണ്. അതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുന്നുണ്ട്. ലെസ് ബാഡ് ഡെപ്റ്റ് 1000 രൂപ നമുക്ക് ബാഡ് ഡെപ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 39,000 ആയിട്ട് കുറയുന്നതാണ്. ദെൻ ആ ഒരു 39,000 വീണ്ടും പ്രൊവിഷൻ പറയുന്നുണ്ടായിരുന്നു 2%. ആ ഒരു 2% ഒക്കെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ കണ്ടുപിടിച്ചതാണ്. ലെസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 780 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിങ്ങിൻ്റെ എമൗണ്ടിൽ നിന്നും ബാഡ് ഡെപ്റ്റും അതേപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും മൈനസ് ചെയ്തിട്ടുള്ള 38,220 ആണ് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നീട് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ക്ലോസിങ്ങിലുള്ള എമൗണ്ട് 1 lakh ആണ്. അതിൽ നിന്നും ഡിപ്രീസിയേഷൻ ഓൾറെഡി നമ്മൾ നേരത്തെ ഡിപ്രീസിയേഷൻ ആവറേജ് ബേസിസിൽ കണ്ടുപിടിച്ചതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ആ ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 9,000 ആണ് ഡിപ്രീസിയേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 1 lakh നിന്നും 9,000 നമ്മൾ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 91,000 ആണ് എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കേണ്ടത്. ഇതേപോലെ ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സിൻ്റെയും നമുക്ക് ചെയ്യാം. 25,000 ആണ് ക്ലോസിങ്ങിലുള്ള ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ്. ഡിപ്രീസിയേഷൻ നമുക്ക് മൈനസ് ചെയ്യേണ്ടതുണ്ട്. ഡിപ്രീസിയേഷൻ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ്, ആവറേജ് ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1,375 ആണ് നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടുന്നത്. ആ ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 23,625 ആണ് നമ്മുടെ ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അസറ്റ് സൈഡിലേക്ക് വരുന്നത്. പിന്നീട് നമ്മൾ ലാബിലിറ്റി സൈഡിലേക്ക് പോകും. ലാബിലിറ്റി സൈഡിലേക്ക് സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും പറയാത്തത് കൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്കതിൻ്റെ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. പിന്നീട് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. നേരത്തെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1,53,200 ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ വരുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഇനി അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. then അതിനുശേഷം ഡ്രോയിങ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഡ്രോയിങ്സിൽ ശ്രദ്ധിക്കണം, അത് പെർ മന്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. പെർ ഇയറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതേ ഒരു എമൗണ്ട് തന്നെയാണ്, ആ ഒരു പെർ ഇയറിലുള്ള എമൗണ്ട് തന്നെയാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. 2,000 × 12 ആണ് ചെയ്യേണ്ടത്. അങ്ങനെ 24,000 ആണ് ഡ്രോയിങ്സ് എന്ന് മനസ്സിലാവും. ആ 24,000 നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1,74,695 ആണ്. ഓക്കെ, അത് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ടതാണ്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് തരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ നിങ്ങൾ 2 പ്രാവശ്യം എടുക്കേണ്ടതുണ്ട്. ഒന്നുകിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലും അതേപോലെ തന്നെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും നിങ്ങൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലും എടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഒന്ന് ടോട്ടലി ചെയ്ത് നോക്കുക. 2 സൈഡിലും, ബോത്ത് സൈഡ്, ലാബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും നമുക്ക് ഒരേ എമൗണ്ട് തന്നെ കിട്ടുന്നതായിരിക്കും. 1,86,695 ആണ് ബോത്ത് സൈഡിൽ, അസറ്റ് സൈഡിലും ലാബിലിറ്റി സൈഡിലും ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ടോട്ടലായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസും പറഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ആ ഒരു മെത്തേഡ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.